ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഈ മഹത്തായ വേദിയുടെ ആത്മീയാചാര്യൻ, ഈ സലാത്തിന്റെ സദസ്സിന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ് അവറുകളെ, അതുപോലെ തന്നെ പണ്ഡിതന്മാരെ, എൻ്റെ പ്രസംഗം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 2 മിനിറ്റ് മാത്രം. കാരണം സമയത്തിന്റെ അഭാവമുണ്ട്. അതുകൊണ്ട് പ്രസംഗം നീട്ടാൻ ഒരു സാധ്യതയും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചന. അതുകൊണ്ട് കൂടുതലൊന്നും പ്രസംഗിക്കാനില്ല. എൻ്റെ തൊട്ട് മുമ്പ് പ്രസംഗിച്ച പ്രഭാഷകൻ പറഞ്ഞ വാക്കുകൾ നാം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ നാം ഈ ഒരു മാസം മുമ്പ് ഈ മഴക്കാലത്ത് നാം കേട്ട രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഉറങ്ങിയവർ, സുബൈക്ക് ഫജറിന്റെ മുമ്പിൽ ഉണരാതെ പോയ എത്രയോ നാടുകൾ വെള്ളത്തിന്റെയും മഴയിന്റെയും അടിയിലായി പോയതും, അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇന്നും ഇന്നലകളും നാം കാതോർക്കുന്നത് മിഡിൽ ഈസ്റ്റ് അഥവാ മധ്യ പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങൾ ഏതോ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണോ എന്നത് പോലും ഒരു ഭയപ്പാടിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ലാ യറുദ്ദുൽ ഖലാഹ ഇല്ല ബിദ്ദുആ, ദുആ കൊണ്ടല്ലാതെ ഒരു ഖലാഹുനെയും തടുക്കാൻ സാധ്യമല്ല എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ സുന്ദരമായ ഒരു വചനമാണ് നമ്മുടെ മനസ്സിലേക്ക് കുളിർ നൽകുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സദസ്സ്, ഈ എല്ലാ മാസങ്ങളിൽ നടക്കുന്ന ഈ സദസ്സ്, ഇത് എന്തോ ഒരു ഊർജ്ജമാണ്, ഇത് എന്തോ ഒരു മനസ്സിലേക്ക് നൽകുന്നത് വല്ലാത്തൊരു ധൈര്യമാണ്. ഞാൻ വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, എൻ്റെ പേഴ്സണലായ കാര്യം. ഞാനും ഇതിലൂടെ എത്രയോ നല്ല, അൽഹംദുലില്ലാഹ്, എനിക്ക് സത്യമായി ഐ എം വെരി പ്രൗഡ് ടു ബി ഹിയർ. ഈ നാട് ഞാൻ അന്നും പറഞ്ഞത് അതാണ്. ഇന്നും ഞാൻ വരുമ്പോൾ അവിടെ മുതൽ തന്നെ നമ്മളെ തൊട്ട് ഒരു അര കിലോമീറ്റർ അല്ല, ഒരു 1/4 കിലോമീറ്റർ 200 മീറ്റർ അങ്ങ് മുതൽ തന്നെ ഒരു ഉറൂസിന്റെ പ്രതിവിധി പോലെ നല്ല വെളിച്ചവും ആളുകൾ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വരുന്ന, ഇതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മൾ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സംഭവമാണ്. എല്ലാ മാസവും ഇതുപോലെയുള്ള തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഒരുപാട് ആളുകൾ. ഇതിൽ ഉസ്താദ് അന്ന് പറഞ്ഞതുപോലെ ഇതിൽ രാഷ്ട്രീയങ്ങളില്ല, ഇതിൽ ഗ്രൂപ്പിസം ഇല്ല, ഇതിൽ ഒരു ഇതുമില്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ വേദിയിൽ വന്നപ്പോൾ, മുസ്ലിം അല്ലാത്ത അമുസ്ലിം സഹോദരിമാർ പോലും ഈ മഹത്തായ നമ്മുടെ ഈ സ്ഥാപനത്തിനും ഈ മജ്ലിസിന് സംഭാവന ചെയ്യുന്നു എന്നത് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതാ എൻ്റെ തൊട്ട് എടുത്ത വശത്ത് കാണുന്ന ഇതാ കൂമ്പാരം പോലെ കിടക്കുന്ന പഞ്ചസാരകളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും, ഇതൊക്കെ മുസ്ലിമീങ്ങളും മുസ്ലിം അല്ലാത്തവരും അമുസ്ലിം സഹോദരിമാർ പോലും ഇതിൽ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നത് നാം ഓർക്കണം. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ച ഈ സദസ്സിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിലുള്ള സലാത്ത് ചൊല്ലുന്ന മഹത്തായ ഈ സദസ്സിൽ കിട്ടുന്ന ഊർജവും അതിന് കിട്ടുന്ന ബർക്കത്തും അതുപോലെ തന്നെ ശിഫാവുകളുമാണ് ഇതിനൊക്കെ കാരണം. അതുപോലെ തന്നെ എൻ്റെ മുന്നത്തെ പ്രഭാഷകൻ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട ഇവിടെ വാള് പറഞ്ഞ ഉസ്താദ് പറഞ്ഞതുപോലെ, ഞങ്ങളൊക്കെ ഈ തൊട്ടടുത്തു നിന്നാണ് വരുന്നത് ഈ സദസ്സിലേക്ക്. പക്ഷേ ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് എത്രയോ ദൂരത്തിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം വളരെ ബിസിയാണ്. ഞാൻ ഗ്രൂപ്പിൽ നോക്കിയാലും ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉംറ സർവീസുകൾക്ക് ഉസ്താദ് പോവുകയാണ്. പക്ഷെ ആ പോകുമ്പോൾ പോലും ഉസ്താദ് വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിർബന്ധമായും എല്ലാ മാസത്തിലും ഈ പാവൂരിലേക്കുള്ള സലാത്തിന്റെ സദസ്സിലേക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം വളരെ താല്പര്യപ്പെടുകയും അതിനുള്ള ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. അതൊക്കെ അള്ളാഹു തആല അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഓർക്കണം എന്താണ് ഈ സദസ്സ്, ഈ സദസ്സിന്റെ മഹത്വം എന്താണ്.
നമുക്ക് ഇതിന്റെ പുറത്തിരുന്നാൽ നമുക്ക് മനസ്സിലാവില്ല. സദസ്സിലേക്ക് കടന്നു വരിക, സദസ്സിലേക്ക് നമ്മൾ ഈ മഹത്തായ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ഇതിന്റെ ഈ മഹത്തായ സദസ്സിൽ ചെല്ലുന്ന ദിക്റുലും സ്വലാത്തും അതിന്റെ മഹത്വം അറിയണമെങ്കിൽ, അതിന്റെ പ്രതിഫലം നാം മനസ്സിലാക്കണമെങ്കിൽ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നാം ഇതിന്റെ കൂടെ ചേർന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതിന്റെ മഹത്വം എന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കാലകാലങ്ങളോളം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും തലമുറകളായി ഈ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കുകയും ഇതുപോലെയുള്ള ഈ ഇൽമിന്റെ മജ്ലിസും സലാത്തിന്റെ സദസ്സുകളും എല്ലാ മാസങ്ങളിലും നടക്കാൻ നാം സഹകരിക്കേണ്ടതുണ്ട്. ഈ സ്ഥാപനത്തിന്റെ എല്ലാ വികസനത്തിന് വേണ്ടിയും നാം പിന്തുണക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.